പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം സ്ത്രീയിലൂടെ വേണം മുക്തി നേടാൻ എന്നതാണ്. സ്വാമിമാർ സ്ത്രീ സംഘം വിട്ടാലേ മുക്തി ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ ഈ സ്വാമി സ്ത്രീയിലൂടെ മാത്രമേ മുക്തി നേടാനാവൂ എന്ന് പറയുന്നു. നമുക്കൊന്ന് വിചാരം ചെയ്യാം. അണ്ഡരൂപത്തിലായിരുന്ന ഈശ്വരൻ വികസിക്കണം എന്ന് ഇച്ഛയുണ്ടായി. അടച്ചിട്ടിരുന്ന മുറിയുടെ ജനാല വാതിൽ പാളികൾ തുറന്നപ്പോൾ വെളിച്ചം വന്ന പോലെ അന്ധകാരത്തിൽ ഇരുന്ന ബ്രഹ്മ ചൈതന്യം ആവരണ ശക്തി നീങ്ങിയപ്പോൾ മുട്ടയുടെ തോട് പൊട്ടി കുഞ്ഞ് പുറത്ത് വന്ന പോലെ പ്രകൃതി പ്രകാശേന ഉണ്ടായി. ഏകനായ പുരുഷൻ അഥവാ ഈശ്വരൻ തൻ്റെ ശരീരത്തിൽ നിന്നും സങ്കല്പരൂപേണ സ്ത്രീയെ സൃഷ്ടിച്ചു. പിന്നീട് ജീവഭാവത്തിൽ പല പല സൃഷ്ടികളും അതിൽ നിന്ന് ഉണ്ടായി. പ്രകൃതിയിൽ കാണപ്പെടുന്ന ജീവി വർഗങ്ങൾ മുഴുവനും ഏക ഈശ്വരൻ്റെ സൃഷ്ടിയാകുന്നു. നര സൃഷ്ടിക്ക് 16 ഘടകങ്ങളുണ്ട്. അതിനും പുറമേ പ്രകൃതി ഘടകങ്ങൾ വേറെയുമുണ്ട്. ജീവന്മാർ പ്രകൃതിയിൽ സുഖം അനുഭവിപ്പാൻ വേണ്ടിയാണ് ശരീരം എടുത്ത് വന്നത്. ഒരു പുരുഷനെ അച്ഛൻ, അളിയൻ, മകൻ, മരുമകൻ, അമ്മാവൻ, വലിയച്ഛൻ, ചെറിയച്ഛൻ, ജ്യേഷ്ഠൻ, അനുജൻ എന്നൊക്കെ ബന്ധത്തിൻ്റെ പേരിൽ വ്യത്യസ്ത വിളിപേരുകൾ ഉണ്ടായാലും വ്യക്തിക്ക് മാറ്റം ഉണ്ടാവാത്തതുപോലെ വ്യത്യസ്ത നാമരൂപങ്ങളെ സ്വീകരിച്ച് അതിൽ ആത്മരൂപേണ ഇരിക്കുന്ന ഈശ്വരൻ ഏകനാണ്. ഈശ്വര ചൈതന്യത്തെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. പുരുഷൻ വിഷയ സുഖങ്ങൾ അനുഭവിപ്പാനായി രൂപനാമ പ്രകൃതിയെ സൃഷ്ടിച്ചു, അഥവാ ശരീരാദികളെ സൃഷ്ടിച്ചു. പ്രകൃതിയെ സ്ത്രീ എന്ന് പറയുന്നു. പുരുഷൻ സ്വീകരിച്ചിരിക്കുന്ന ശരീരമാണ് അവൻ്റെ ഭാര്യ. പുരുഷൻ ശരീരമാകുന്ന ഭാര്യയിലൂടെ വിഷയ സുഖങ്ങളെ എങ്ങനെ അനുഭവിക്കുന്നു എന്ന് നോക്കാം. തന്മാത്രയാകുന്ന ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ വിഷയങ്ങളെ ചെവി, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്കാകുന്ന പഞ്ചേന്ദ്രിയങ്ങൾ സത്വ, രജ, തമോ ഗുണങ്ങളിലൂടെ ചിത്ത് ചിന്തിക്കുന്ന വിഷയങ്ങളെ ബുദ്ധി തീരുമാനിച്ച് മനസ്സിൻ്റെ സഹായത്താൽ ജീവൻ അഹങ്കാരത്തിലൂടെ അനുഭവിക്കുന്നു. ശബ്ദത്തെ ചെവിയിലൂടെയും, ഗന്ധത്തെ മൂക്കിലൂടെയും, രസത്തെ നാക്കിലൂടെയും, രൂപത്തെ കണ്ണിലൂടെയും, സ്പർശത്തെ ത്വക്കിലൂടെയുമാണ് അനുഭവിക്കുന്നത്. ഈ 5 അനുഭവങ്ങളെയും പല വിധത്തിൽ മിശ്രമാക്കി അനുഭവിക്കുന്നതല്ലാതെ ആറാമതായി ഒരു അനുഭവം ഇല്ല. വിഷയങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്നത് മനസ്സാകുന്ന യജമാനിലൂടെയാണ്. കാണാകുന്ന പ്രകൃതിയെ സൃഷ്ടിച്ചതും അവൻ തന്നെ. പുരുഷൻ ജീവഭാവത്തിൽ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ സ്വീകരിച്ചപ്പോൾ മായയും സ്ത്രീരൂപം സ്വീകരിച്ചു. അങ്ങനെ അവർ ദമ്പതിമാരായി.
വിഷയ വ്യാപാരങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ നടത്തുന്നു. സ്ത്രീ സുഖത്തിൽ പുരുഷൻ വീണുപോയാൽ എട്ടുകാലി വലയിൽപ്പെട്ട് മരിക്കും പ്രാണികളുടെ ഗതിയാവും ഉണ്ടാവുക. ഉണ്ടായി വളർന്ന് പുഷ്ടിപ്പെട്ട് നിലനിന്ന് ജീർണിച്ച് നശിക്കുന്ന വിശേഷമുള്ളതിനാൽ പ്രകൃതിക്ക് മായ എന്നൊരു പേരുണ്ട്. സത്യമില്ലാത്തതും എന്നാൽ പുരുഷനെ വശത്താക്കാൻ കഴിവുള്ളവളുമാണ്. നിഴൽ പുരുഷനെ പിന്തുടരും പോലെ ആത്മാവിൻ്റെ ചേർച്ചയാൽ ശരീരം നിലനിൽക്കും പോലെ സ്ത്രീയും പുരുഷനെ പിന്തുടരുന്നു. ദ്രവ്യങ്ങൾ ഇല്ലാതാകുന്നതോടെ അഗ്നി ശമിക്കുന്നു. അതുപോലെ സ്ത്രീയിൽ ആകർഷിക്കുന്ന മനസ്സിനെ പിൻവലിക്കണം. എങ്ങനെയെന്നാൽ ആകർഷിക്കുന്ന വസ്തുവിൽ ദോഷം സങ്കല്പിക്കണം. ആരെയും വശീകരിക്കാൻ കഴിവുള്ള നിറവും അംഗസൗന്ദര്യവും ഉള്ള ഒരു പെൺകുട്ടി. ഒരിക്കൽ അവൾക്ക് വസൂരി പിടിപെട്ടു. മാറിക്കഴിഞ്ഞപ്പോൾ ചർമ്മം മുഴുവനും കരിമ്പുള്ളി വീണ് പാണ്ഡുവായി. അവളെ കാണാൻ കൊള്ളാതായി. മുമ്പ് വശീകരിക്കപ്പെട്ടിരുന്ന സുന്ദരന്മാരെല്ലാം അകന്നു പോവുകയും ചെയ്തു. ആ കുട്ടിയെ ആരും തിരിഞ്ഞു നോക്കാതെയായി. അതുപോലെ വിഷയങ്ങൾക്ക് അനുസരിച്ച് ദോഷദൃഷ്ടി പതിപ്പിച്ചാൽ ഇന്ദ്രിയങ്ങളെ മനസ്സ് പിൻവലിപ്പിക്കും. അങ്ങനെ വിരക്തി ഉണ്ടാവും. അപകടം അറിഞ്ഞ ഉടനെ അവയവങ്ങളെ ഉൾവലിച്ച് സുരക്ഷിതനായി ഇരിക്കും ആമയെപ്പോലെ ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ പ്രകൃതി സുഖം അനുഭവിപ്പാൻ വന്നുവോ അവിടെ തിരിച്ചെത്താൻ സ്ത്രീയാകുന്ന മായയിൽ നിന്നും ബന്ധങ്ങൾ വേറിട്ട് മനസ്സിനെ ചലനമില്ലാത്തതിനാൽ തിരമാലകൾ ഇല്ലാത്ത ശാന്ത സമുദ്രം പോലെ പ്രപഞ്ച വിരക്തി ഉണ്ടാക്കി മനസ്സിനെ ചലനമില്ലാതാക്കണം. പുരുഷ പ്രയത്നം അതിനാവണം. ഇവിടെ പുരുഷൻ എന്ന് സൂചിപ്പിച്ചത് സ്ത്രീ പുരുഷ ശരീരമല്ല. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മുക്തിക്ക് പ്രയത്നിക്കുന്ന ജീവാത്മാക്കൾ പുരുഷന്മാരും, സ്ത്രീ പുരുഷ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വിഷയങ്ങളുടെ പുറകെ പോകുന്നവർ സ്ത്രീകളുമാണ്. അങ്ങനെ ധരിക്കണം. ഭരിപ്പിക്കുന്ന ആത്മാവിനെ ഭർത്താവായും ഭരിക്കുന്ന ശരീരത്തെ ഭാര്യയായും വേണം ചിന്തിക്കേണ്ടത്. ഭർത്താവാകുന്ന ആത്മാവ് ധർമാർത്ഥ കാമങ്ങളെ സാധിച്ച് മോക്ഷത്തെ പ്രാപിക്കണം എങ്കിൽ ശരീരമാകുന്ന ഭാര്യയെ ഉപേക്ഷിക്കണം. ഈ അനുഭവം ഉണ്ടാകും വരെ ഭാര്യയാകുന്ന ശരീരം കൂടെ തന്നെ ഉണ്ടാവണം. അതിലൂടെ വേണം മുക്തി നേടുവാൻ. ഹരി ഓം.